ജർമ്മനിയിലെ ബെർലിൻ ജോർജീന എന്ന 14 വയസ്സുള്ള പെൺകുട്ടി കാണാൻ നല്ല സുന്ദരി. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നടിയാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അവൾ നല്ല ഡിസിപ്ലിനായി ജീവിക്കും. നന്നായി വസ്ത്രം ധരിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് അവൾ പുറത്തിറങ്ങാറ്. പക്ഷെ ഇവളുടെ ഈ സൗന്ദര്യം ഇവൾക്ക് തന്നെ ഒരു പ്രശ്നമായി മാറാറുണ്ട്. കാരണം ഇവളുടെ ക്ലാസ്മേറ്റ്സിനൊന്നും ഇവളെ തീരെ ഇഷ്ടമല്ല. മാത്രവുമല്ല, ആൺകുട്ടികൾ എപ്പോഴും ഇവളെ നോക്കുന്നത് കൊണ്ട് കൂടെയുള്ള കുട്ടികൾക്കും വളരെ അസൂയാണ്. പക്ഷെ എന്നിരുന്നാലും ജോർജീന അതൊന്നും കാര്യമാക്കാറില്ല. അവളുടെ വീട്ടിൽ അവളുടെ അമ്മ, സഹോദരിയായ മിഷേൽ, മുത്തശ്ശി ഇവരൊക്കെയാണ് താമസിക്കുന്നത്. 2006 സെപ്റ്റംബർ മാസം 24 അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഒരു കാസ്റ്റിംഗ് കോൾ ഏജൻസിയാണ് മെസ്സേജ് അയച്ചത്, ഓഡീഷന് വരാൻ അവളെ ക്ഷണിച്ചുകൊണ്ട്. ഇത് കണ്ടപ്പോൾ ജോർജീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് 2006 സെപ്റ്റംബർ മാസം 26 വളരെ സന്തോഷത്തോടു കൂടി അവൾ എഴുന്നേറ്റു. അന്ന് ഉച്ചയ്ക്ക് ശേഷം, ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ഓഡീഷന് പോകാം എന്നുള്ള സന്തോഷത്തിൽ അവൾ നേരെ സ്കൂളിലേക്ക് പോയി. സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. അവളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 600 മീറ്റർ മാറിയുള്ള ഒരു സ്റ്റോപ്പിലാണ് ബസ് ഇറങ്ങിയത്. പിന്നീട് ഒരു 300 മീറ്റർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവളെ കാണാതായി. അന്നൊരു ഉച്ച സമയത്ത് അവളുടെ മുത്തശ്ശി അവളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഒരല്പസമയം കഴിഞ്ഞ് അവൾ വരും എന്ന് കരുതി മുത്തശ്ശി ഉച്ചഭക്ഷണം കഴിച്ചു. പക്ഷെ വൈകുന്നേരമായിട്ടും അവൾ എത്തിയില്ല. മുത്തശ്ശിക്കിപ്പോ ഭയം വരാൻ തുടങ്ങി. കാരണം ജോർജീന ഒരു സമയത്ത് വരും എന്ന് പറഞ്ഞാൽ കൃത്യം ആ സമയത്ത് അവൾ വന്നിരിക്കും. ഏത് പാർട്ടിക്ക് പോയാലും ഇന്ന സമയത്ത് ഞാൻ വരും എന്ന് പറഞ്ഞാൽ അവൾ ആ സമയത്ത് തന്നെ വീട്ടിലെത്തിയിരിക്കും. ഇതോടുകൂടി മുത്തശ്ശി ജോർജീനയുടെ അമ്മയെ വിവരം അറിയിച്ചു. അങ്ങനെ അമ്മയും അവളെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അവളെ കാണാനില്ല. പിന്നീട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസുകാരുടെ അന്വേഷണത്തിൽ മനസ്സിലായത് 2:06 ബസ് സ്റ്റോപ്പിൽ ജോർജീന ഇറങ്ങിയിട്ടുണ്ട്. 2:08 അതായത് ഒരു 300 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴാണ് ജോർജീന മിസ്സായത്. പോലീസ് വീണ്ടും അന്വേഷിച്ചു. പക്ഷെ യാതൊരു തെളിവും ലഭിച്ചില്ല. ആ കേസ് അങ്ങനെ പതിയെ ഒരു കോൾഡ് കേസായി മാറി. എന്താണ് ജോർജീനയ്ക്ക് തന്റെ വീടിന് തൊട്ടടുത്ത് ആ 300 മീറ്ററിനുള്ളിൽ സംഭവിച്ചത്? ഒരുപക്ഷെ നിങ്ങൾ സിനിമയിൽ കണ്ടതിനേക്കാളും വളരെ ത്രില്ലിംഗ് ആയ ഒരു സംഭവമായിരിക്കും ഇത്. അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ജോർജീനയെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു തുമ്പും കിട്ടാത്തത് കൊണ്ട് ആ കേസ് കോൾഡ് കേസായി മാറി. പക്ഷേ ഒരു 3 വർഷം കഴിഞ്ഞ് ഒരു പോലീസ് ടീം ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും ജോർജീനയെ കുഴിച്ചിട്ടിട്ടുണ്ടാകുമോ എന്നൊക്കെ നോക്കിയിട്ട് ഡോഗ് സ്ക്വാഡിനെ കൊണ്ടൊക്കെ അവർ മണം പിടിപ്പിച്ച് നോക്കാൻ തുടങ്ങി. എന്നാൽ യാതൊരു പ്രയോജനവും അപ്പോഴുണ്ടായില്ല. പിന്നീട് വീണ്ടും ആ കേസ് കോൾഡ് കേസായി. പക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞ് മറ്റൊരു ടീം ഈ ഒരു കേസ് അന്വേഷണം ഏറ്റെടുത്തു. അവർ നേരെ ജോർജീനയുടെ വീട്ടിലേക്ക് വന്നു. ജോർജീനയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകുമോ? ആരെങ്കിലും അവളെ കൊന്നിട്ടുണ്ടാകുമോ? നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ ഒരു കാര്യം പറയുന്നത്. ഇവരുടെ വീട്ടിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാറി അലി AK എന്ന ഒരാൾ താമസിക്കുന്നുണ്ട്. അയാളുടെ ഒരു പരിപാടി എല്ലാ ദിവസവും സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളെയും സ്ത്രീകളെയും അയാളുടെ വീടിന്റെ ബാൽക്കണിയിൽ നിന്നും വായി നോക്കുന്ന ഒരു പരിപാടി. ഇത് കേട്ടപ്പോൾ പോലീസ് നേരെ അയാളുടെ വീട്ടിലേക്ക് ചെന്നു. അയാളുടെ വീട്ടിലേക്ക് ചെല്ലാൻ മറ്റൊരു കാരണം ഉണ്ടായിരുന്നു. പോലീസുകാർ അയാളെ ചോദ്യം ചെയ്തു. അയാളുടെ കല്യാണം കഴിഞ്ഞു, 3 മക്കളുമുണ്ട്. വളരെ ഫാഷനബിൾ ആയ ആളാണ്. മാത്രമല്ല ഗാംബ്ലിങ്ങിനൊക്കെ പോകാറുണ്ട്. അവിടെയുള്ള ഒരു കഫയിൽ ഇയാൾ സ്ഥിരം പോകാറുണ്ട്. പക്ഷേ ആരുമായും യാതൊരു തരത്തിലുള്ള ഒരു അടുത്ത ബന്ധം ഇയാൾക്കില്ല. ഇക്കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലായി. പോലീസ് അയാളോട് ചോദിച്ചു, ജോർജീനയെ അറിയാമോ എന്ന്. അയാൾ പറഞ്ഞത്, ജോർജീനെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ട് കൂടെ ഇല്ല എന്നാണ്. പക്ഷെ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇയാൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പോലീസിൽ നിന്നും എന്തൊക്കെയോ അയാൾ മറച്ചു വെക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാനും സാധിക്കൂ. മാത്രമല്ല പോലീസ് ഇത്രയധികം ഇയാളെ സംശയിക്കാൻ മറ്റൊരു കാരണവുമുണ്ട്. ഇതിനകം തന്നെ ഇയാൾ ഒരു ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇയാൾ എല്ലാ ദിവസവും ഇയാളുടെ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ സ്ത്രീകളെയും പെൺകുട്ടികളെയും ശല്യം ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു 17 വയസ്സുള്ള പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടിയോട് താനൊരു ഫോൺ തരാം എന്ന് പറഞ്ഞു. വീട്ടുകാർ തനിക്ക് ഫോൺ തരില്ല എന്ന് മനസ്സിലാക്കി ഈ ഫോണിനോട് ഒരാഗ്രഹം തോന്നിയിട്ട് അയാൾ പറഞ്ഞത് കേട്ട്
അയാളുടെ വീടിനുള്ളിലേക്ക് ഈ പെൺകുട്ടി നടന്നു. അങ്ങനെ നേരെ ബേസ്മെന്റിനുള്ളിലേക്കാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയത്. അവിടെ എത്തിയ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയെ ഒഴിവാക്കിക്കൊള്ളാം, നിന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ആ പെൺകുട്ടി ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ അപ്പോൾ തന്നെ ഇയാൾ ആ പെൺകുട്ടിയെ കയറി പിടിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ അവൾ കുതറി മാറി. ദേഷ്യം വന്ന അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് തണ്ടുപയോഗിച്ച് അവളുടെ തലയിൽ അടിച്ചു. അവളും വേദന സഹിക്കാനാകാതെ നിലവിളിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ അവളുടെ വായിലേക്ക് ഒരു ടവൽ തിരികെ വെച്ചു. കണ്ണൊക്കെ തുടച്ചു കൊടുത്തിട്ട്, നീ ഇക്കാര്യം ആരോടും പറയരുത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അവളെ പുറത്തേക്ക് അയച്ചു. പക്ഷെ അവൾ നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. എന്നെ ഇങ്ങനെ ഒരാൾ ആക്രമിച്ചുവെന്ന് ഒരു പരാതി കൊടുത്തു. പോലീസുകാർ നേരെ അയാളുടെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തു. എന്നാൽ പോലീസുകാരോട് ഇയാൾ ഈ കഥ മാറ്റിയാണ് പറഞ്ഞത്. ഈ പെൺകുട്ടി എന്നോട് വന്ന് പലതും സംസാരിച്ചു. നിങ്ങളുടെ ഭാര്യയെ ഒഴിവാക്കാമോ, എന്നെ കല്യാണം കഴിക്കാമോ എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിച്ചു. അത് പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ പേരിൽ ഇവളൊരു കള്ളക്കേസ് തന്നത് എന്ന് അയാൾ പറഞ്ഞു. എന്നാൽ ആ വീടിന്റെ ബേസ്മെന്റിനെ കുറിച്ചുള്ള കൃത്യമായൊരു രൂപം ആ പെൺകുട്ടി പോലീസുകാരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പോലീസിന് മനസ്സിലായി തെറ്റ് ചെയ്തത് അവൻ തന്നെയാണെന്ന്. അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ തെളിവുകളുടെ അഭാവത്തിൽ പിന്നീട് കോടതി ഇയാളെ വെറുതെ വിട്ടു. ഇത് കാരണമാണ് പോലീസിന് ഇപ്പോൾ ഇയാളിൽ ഒരു സംശയം വർദ്ധിക്കാൻ കാരണം. അങ്ങനെ പോലീസുകാർ ഇയാളുടെ ഫോൺ ട്രേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മറ്റു ചില കാര്യങ്ങൾ മനസ്സിലായി. ഇയാൾക്ക് 90 ലക്ഷത്തോളം കടമുണ്ട്. അതും ഈ ഗാംബ്ലിങ്ങിലൂടെ ഉണ്ടായ കടമാണ്. അയാൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പണമാണെന്ന് മനസ്സിലായി. പോലീസ് ഇയാളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കാൻ ഒരു ഗംഭീര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ. ഇയാളെ കുരുക്കാൻ ഹൂക്കിൻ എന്നൊരു പോലീസുകാരനെ ഇറക്കി. അയാളുടെ ചുമതല, അയാൾ ജർമ്മനിയിലേക്ക് ഇവരുടെ ഈ സ്ഥലത്തേക്ക് ഒരു ബിസിനസ്സിന് വേണ്ടി കാർ വാഷിംഗ് കമ്പനി നടത്താൻ വന്നിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ എന്ന ഐഡന്റിറ്റിയോടുകൂടി വരും. എന്നും ഇയാൾ പോകുന്ന ആ കഫേയിലേക്ക് ഹൂക്കിൻ പോകും. അവിടെ വെച്ച് താൻ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നവനാണ്, തൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, മാത്രമല്ല താൻ പുതിയൊരു കാർ വാഷിംഗ് കമ്പനി ആരംഭിക്കാൻ പോവുകയാണ്, അവിടെ മാനേജറായിട്ട് ഒരാളെ ആവശ്യമുണ്ട്, നല്ല ശമ്പളമൊക്കെ തരും എന്നൊക്കെ പറഞ്ഞു. ഇത് അലി അറിഞ്ഞപ്പോൾ അയാൾ ചിന്തിച്ചത്, താൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തൻ്റെ കടങ്ങളൊക്കെ ഏകദേശം വീട്ടാൻ സാധിക്കും. അങ്ങനെ ഇയാളുമായി ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി, ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. പല സമയങ്ങളിലും മീറ്റിംഗ് നടക്കാൻ തുടങ്ങി. ആ മീറ്റിംഗ് നടക്കുന്നതെല്ലാം വലിയ വലിയ ഹോട്ടലുകളിൽ വെച്ചു. അവിടെ നിന്ന് അലിക്ക് അയാൾ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ഇതോടെ അലിക്ക് ഈ ഹൂക്കിന് വല്ലാത്തൊരു വിശ്വാസമായി. കൂടാതെ ഈ ഒരു കേസിന് വേണ്ടി എത്ര പണം ചിലവാക്കാനും പോലീസ് ഡിപ്പാർട്ട്മെന്റും തയ്യാറായിരുന്നു. അതിനുവേണ്ടി ഒരു സ്ഥലം ലീസിനെടുത്തു. ഇവിടെയാണ് കാർ വാഷിംഗ് കമ്പനി ആരംഭിക്കുന്നത്, എക്യുപ്മെന്റ്സ് വരാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് പോലീസ് വീണ്ടും ചില അണ്ടർ കവർ പോലീസുകാരെ ഈ ഒരു കേസിന് വേണ്ടി ഇറക്കി. അവരുടെ പേര് ലൂസി എന്നാണ്. ഈ ലൂസിയുടെ പണി ഹൂക്കിന്റെ കാമുകിയായി അഭിനയിക്കുക, എന്നിട്ട് അലിയുടെ ഫാമിലിയുമായി കണക്ട് ആവുക, അവരുടെ ഭാര്യയിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ലഭിക്കുമോ എന്ന് ശ്രമിക്കണം. അങ്ങനെ ഈ 4 പേരും തമ്മിൽ, ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരും അലിയും അയാളുടെ ഭാര്യ, ഈ 4 പേരും ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ തുടങ്ങി. സൂസി എന്ന പോലീസുകാരി അലിയുടെ ഭാര്യയുമായി ഭയങ്കര കണക്റ്റായി. അവർ തമ്മിൽ നല്ലൊരു റിലേഷനിലായി. പക്ഷെ പോലീസുകാർക്ക് അതിലൂടെ യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം ഒരു വിവരവും ലഭിച്ചില്ല. പിന്നീട് പോലീസ് മറ്റൊരാളെയും ഈ ഒരു കേസിന് വേണ്ടി ഇറക്കി. അയാളുടെ പേര് കോർ എന്നാണ്. കോറിന്റെ ചുമതല ഈ ഹൂക്കിന്റെ കസിനായി അഭിനയിക്കണം. മാത്രമല്ല അവൻ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അലിയെ അറിയിക്കണം. ഇങ്ങനെയുള്ള ഒരു കണക്ഷൻ വന്നാൽ മറ്റെന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയാനായിരുന്നു പോലീസിന്റെ ആ ഒരു പദ്ധതി. പോലീസ് തന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നറിയാതിരിക്കാനായി പോലീസ് മറ്റൊരു കാര്യം കൂടെ ചെയ്തു. ജോർജിയയുടെ കേസ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതിബിംബം സൃഷ്ടിച്ചെടുത്തു. പിന്നീട് 2018 ആകുന്ന ആ ഒരു സമയത്ത് പല സ്ഥലത്തും, നഗരത്തിന്റെ പല സ്ഥലങ്ങളിലും ഒരു പോസ്റ്റർ ഒട്ടിച്ചു. മറ്റുള്ള പോലീസുകാർ ഈ ജോർജിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അറിയിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു അത്. അതിലൊരു ബാർകോഡ് ഉണ്ട്. അതിൽ നോക്കിയാൽ ജോർജിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കും. അങ്ങനെയുള്ള പോസ്റ്ററായിരുന്നു നഗരത്തിലുടനീളം പ്രത്യക്ഷപ്പെട്ടത്. ഈ സമയത്ത് ഈ ഹൂക്കിനും അതുപോലെ സൂസിയും തങ്ങളുടെ പക്കൽ ഒരുപാട് പണമുണ്ട് എന്ന് കാണിക്കാനായി പല ലക്ഷറി കാറുകളും അലിയുടെ മുൻപിലേക്ക് കൊണ്ടുചെന്നു. ഒരു സമയത്ത് ഒരു ഫെരാറിയുമായി ഹൂക്കിൻ വന്നു. ഇത് കണ്ടപാടെ അലിക്ക് ആകെ ഒരു അതിശയം, അതിൽ കയറണമെന്നും റൈഡ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ പോലീസുകാരനും അവനോട് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ഭാര്യയുമായി ഒരു ഫണ്ട് റൈഡ് പോയിട്ട് വാ, ഈ കാർ നീ എടുത്തോ എന്ന് പറഞ്ഞു. അലിക്ക് വല്ലാത്ത സന്തോഷം. അയാളുടെ ഭാര്യയും കൂട്ടി ഒരു ലോങ് ഡ്രൈവ് പോയി. പക്ഷേ ആ വണ്ടിക്കുള്ളിൽ പല ഡിവൈസും പോലീസ് വെച്ചിരുന്നു. പ്രധാനമായും നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോസ്റ്റർ ആ കാറിനുള്ളിൽ വെച്ചിരുന്നു. ആ പോസ്റ്റർ കണ്ടിട്ട് അലിയുടെയും ഭാര്യയുടെയും റിയാക്ഷൻ എന്താണെന്ന് പോലീസിന് അറിയണം. അതിനുവേണ്ടി കൺട്രോൾ റൂമിൽ നിന്നും ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട്.
കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് ഈ പോസ്റ്റർ ഭാര്യ കാണുന്നത്. അത് കണ്ടപ്പോൾ ഇതെന്താണെന്ന് തന്റെ ഭർത്താവായ അലിയോട് ചോദിച്ചു. എന്നാൽ അലിയുടെ സംസാരത്തിൽ എന്തൊക്കെയോ പതർച്ച വരാൻ തുടങ്ങി. ആദ്യ പാടെ തന്നെ പോലീസുകാർക്ക് പതർച്ച മനസ്സിലായി. ഇതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, അലിയുടെ ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അവരെ ടാർഗറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യം ഇല്ല എന്ന് മനസ്സിലായി. ടാർഗറ്റ് ചെയ്യേണ്ട ഒരേയൊരാൾ അലിയാണെന്ന് മനസ്സിലായി. അതിനുവേണ്ടി ഇപ്പോൾ ചെയ്തതിനേക്കാൾ വീണ്ടും അതിഗംഭീരമായ മറ്റൊരു പ്ലാൻ തയ്യാറാക്കി. കൂറിന് ഒരു കാമുകി ഉണ്ടെന്ന കാര്യം അലിയോട് ഇതിനകം പറഞ്ഞിരുന്നു. എല്ലാ ദിവസവും കാമുകിയെ കണ്ടിട്ടാണ് കഫേയിലേക്ക് താൻ വരുന്നതെന്നും പറഞ്ഞു. പക്ഷെ അതിന്റെ കാമുകി ഇപ്പോൾ തനിക്ക് വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അവളെ കൊല്ലണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. ഇതിനു വേണ്ടി പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് അലിയോട് അന്വേഷിച്ചു. മാത്രവുമല്ല, 1.5 ലക്ഷം യൂറോ നൽകുമെന്നും അവൻ പറഞ്ഞു. ഇത് കേട്ട സമയത്ത് അലിക്ക് ആകെ ഒരു സംശയമായി. 1.5 ലക്ഷം യൂറോ, അത് അവന്റെ എല്ലാ കടങ്ങളും വീട്ടാൻ പറ്റുന്നൊരു പണം. ഒരു മാനേജർ ജോലി നോക്കിയാൽ ഒരുപാട് കാലം കഴിഞ്ഞാലേ ആ കടമൊക്കെ വീട്ടാൻ കഴിയും. പക്ഷെ അതിനുശേഷവും തനിക്ക് ജീവിക്കണം. തനിക്ക് 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഇപ്പൊ കൂറ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാനത് ചെയ്താൽ മതിയോ എന്ന് യാതൊരു പതർച്ചയുമില്ലാതെ അലി കൂറിനോട് ചോദിച്ചു. നിനക്കിതിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോടാ എന്ന് ചോദിച്ചപ്പോൾ അലി ഒന്നും മിണ്ടിയില്ല. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം കൂർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നീ എന്റെ ഗേൾഫ്രണ്ടിനെ കൊല്ലാൻ പോകുന്നത് എന്ന്. അവൻ പറഞ്ഞത്, ഒരു 12 വർഷം മുൻപ് 2006 ഞാൻ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, ജോർജീനെ തന്നെയായിരുന്നു. അന്നത്തെ ദിവസം 2006 സെപ്റ്റംബർ മാസം 26-ാം തീയതി ഓഡിഷന് പോകണമെന്നുള്ള സന്തോഷത്തോടു കൂടി സ്കൂളിൽ നിന്നും ജോർജീന വന്നു. അന്നവൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വളരെ സുന്ദരിയായിട്ടാണ് വന്നത്. അതേ സമയത്താണ് ബാൽക്കണിയിൽ നിന്ന് വന്നു പോകുന്ന പെൺകുട്ടികളെല്ലാം അല നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് ജോർജീനെ കണ്ടത്. അവൻ നേരെ വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്നു. അകത്ത് ഒരു ഭാരമേറിയ വസ്തുവുണ്ട്, എന്നെ അതൊന്ന് എടുക്കാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചു. ഒരു സഹായമല്ലേ എന്ന് ചിന്തിച്ച് ജോർജീന അതിന് ശരി എന്ന് പറഞ്ഞ് വീടിനുള്ളിലേക്ക് ചെന്നു. ഉള്ളിലേക്ക് ചെന്ന സമയം അവൻ നേരെ ബേസ്മെന്റിലേക്കാണ് ജോർജീനെ കൊണ്ടുപോയത്. അവിടെ എത്തിയ സമയം ഇവൻ ഒരു ഇരുമ്പ് ദണ്ടുപയോഗിച്ച് ജോർജീനയുടെ തലക്കടിച്ചു. ജോർജീന അപ്പോൾ തന്നെ മയങ്ങി വീണു. പിന്നീട് 14 വയസ്സുള്ള പെൺകുട്ടിയെ അവൻ അവിടെ വെച്ച് ക്രൂരമായി തന്നെ റേപ്പ് ചെയ്തു. പക്ഷെ അവൾ മരിച്ചിട്ടില്ല എന്നാണ് അവൻ വിചാരിച്ചത്. എല്ലാം കഴിഞ്ഞു നോക്കുന്ന സമയത്താണ് അവൾ മരിച്ചു എന്നുള്ളത് അവന് മനസ്സിലായത്. പിന്നീട് ഒരു 3 ദിവസം പ്ലാസ്റ്റിക് കവറിൽ ആ ഡെഡ് ബോഡി സൂക്ഷിച്ചു. പിന്നീട് ആരും അറിയാതെ ഡെഡ് ബോഡി ഗാർബേജിൽ കൊണ്ടുപോയിട്ടു. ഈ കാര്യങ്ങളെല്ലാം കേട്ട് കൂറുന്ന പോലീസുകാരൻ ചിരിക്കുകയാണ് ഉണ്ടായത്. അയാൾ പിന്നീട് നേരെ തന്റെ മേലുദ്യോഗസ്ഥനെ വിവരം അറിയിച്ചു. ഈ കാര്യങ്ങളെല്ലാം അയാൾ റെക്കോർഡ് ചെയ്തിരുന്നു. ഈ തെളിവുകൾ മാത്രം മതിയായിരുന്നു പോലീസിന് അവനെ അറസ്റ്റ് ചെയ്യാൻ. പിന്നെ ഒട്ടും താമസിച്ചില്ല. പോലീസുകാർ നേരെ അവന്റെ വീട്ടിലേക്ക് വന്ന് അറസ്റ്റ് ചെയ്തു. എന്നാൽ കസ്റ്റഡിയിലെടുത്ത് എത്ര തന്നെ അവനെ ചോദ്യം ചെയ്തിട്ടും അവൻ കുറ്റം സമ്മതിച്ചില്ല. ഇതിനകം അവനെതിരെയുള്ള പല തെളിവുകളും പോലീസ് ശേഖരിച്ചിരുന്നു. അങ്ങനെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ അവൻ പറഞ്ഞത്, കൂറിന്റെ ഗേൾഫ്രണ്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കഥ പറഞ്ഞത് എന്ന്. പക്ഷെ കോടതി നിരാകരിച്ചു. എന്നാൽ അലിയുടെ കുടുംബം വിശ്വസിക്കുന്നത് ഇല്ല, അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിരപരാധി എന്നാണ്. പക്ഷേ നമുക്കൊരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഒരു 300 അടി മാറിയാണ്, ഏകദേശം അവിടെ തന്നെയാണ് അവന്റെ വീടുള്ളത്. മാത്രമല്ല 2011 അവൻ ഇതുപോലുള്ള മറ്റൊരു ക്രൈമിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അലി തന്നെയാണ് കൊലയാളിയാകാനുള്ള സാധ്യത. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയുക. ഈ അറിഞ്ഞതെല്ലാം വെച്ചുകൊണ്ട് കൊലയാളി അലി തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇതിലൊന്നും ഉൾപ്പെടാത്ത മറ്റാരെങ്കിലും ആയിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.